ടാസ് ക്ലിനിക്, ടാസ് ടവർ, ആര്യമ്പാവ്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന സർക്കാർ ലക്ഷ്യത്തെ മാതൃകയാക്കിയാണ് സംഘം കാർഷിക മേഖലകളിൽ കൂടി തുടക്കമിട്ടത് എന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. ആ ഒരു സന്ദേശം തന്നെയാണ് ഈ കൃഷിയിലൂടെ ഞങ്ങൾ ഈ സമൂഹത്തിൽ നൽകുന്നത്. എല്ലാ കാലത്തും നല്ല സന്ദേശങ്ങൾ മാത്രം സമൂഹത്തിന് നൽകിയിട്ടുള്ള റൂറൽ സർവീസ് ബാങ്കിൻ്റെ ഈ ഉദ്യമത്തിനും വളരെ നല്ല പ്രതികരണമാണ് എല്ലാ മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാതൃകയെ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ ആളുകളും കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അങ്ങനെ സ്വയം പര്യാപ്തത എന്ന നമ്മളുടെ പ്രഖ്യാപിതമായ കേരള ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യത്തിലേക്ക് കാർഷിക മേഖലയിൽ വലിയ ഒരു ഉണർവുണ്ടാക്കുന്നതിനുമെല്ലാം തന്നെ ഈ ഒരു സംരംഭത്തിന് കഴിയട്ടെ എന്ന് മാത്രമാണ്. കാർഷിക മേഖലയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിൽ 2014 മുതലാണ് മട്ടുപ്പാവ് കൃഷിയിലൂടെ ബാങ്ക് കൃഷിക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ പച്ചക്കറി വിളവെടുപ്പിൽ 1 ലക്ഷം രൂപയുടെ പച്ചക്കറിയാണ് വിൽപ്പന നടത്തിയത്. 2014 മുതൽ കൃഷി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് സെക്രട്ടറി പുരുഷോത്തമൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾക്കും വലിയ മാതൃകയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വയം പര്യാപ്തമല്ല. തീർച്ചയായും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകണം ഇക്കാര്യത്തിലൊരു ബോധവൽക്കരണം ആവശ്യമാണ്. ഇതിൽ എല്ലാ പൊതുസമൂഹത്തിൻ്റെ മനസ്സ് ഇതിലേക്ക് തിരിയണമെന്ന ഒരു ആഹ്വാനം തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സഹകരണ വകുപ്പ് ഹരിത കേരളത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും പൊതുനന്മ എന്നും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ 2014 മുതൽ തന്നെ മട്ടുപ്പാവ് കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു സന്ദേശം ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എളിയ നിലയിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരികയാണ്. എന്നാൽ അതൊന്നുകൂടി ഇപ്പോൾ ഈ കോവിഡ്-19 പ്രത്യേക സാഹചര്യത്തിൽ ബാങ്ക് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റും പൊതുസമൂഹവും ആവശ്യപ്പെടുന്ന ഒരു നല്ല സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ 5 ഏക്കർ സ്ഥലത്ത് ബാങ്ക് മാതൃകാപരമായിട്ട് കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ മാസം നമ്മൾ പച്ചക്കറിയുടെ വിളവെടുപ്പൊക്കെ നടത്തി. അപ്പോൾ പച്ചക്കറിയുടെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി വീണ്ടും കൂടുതൽ പൂർവാധികം ഭംഗിയായിട്ട് വീണ്ടും പച്ചക്കറി കൃഷി നടത്തി വരികയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇടവിളയായിട്ട് ഒരു 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ബാങ്ക് കരനെൽ കൃഷി ആരംഭിച്ചത്. അതിൻ്റെ കൊയ്ത്തുത്സവം ബഹുമാനപ്പെട്ട ശശിയേട്ടൻ ഇവിടെ നിർവഹിക്കുകയുണ്ടായി. തീർച്ചയായും ഇത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യപ്പെടുന്ന ഒരു വലിയ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു കൃഷിയുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ മറ്റെന്ത് നേട്ടങ്ങൾ നേടിയാലും എന്ത് പുരോഗതി കൈവരിച്ചാലും എത്ര ഏറെ നമ്മൾ സാമൂഹ്യ പുരോഗതി അതല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരത്തിലുള്ള പുരോഗതി അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാർഷിക സംസ്കൃതി വീണ്ടും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നമ്മൾ മറന്നുപോയ കൃഷിയെ നമ്മൾ തിരിച്ചു പിടിക്കണം. പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതും നെൽകൃഷിയുടെ കാര്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ അന്യം നിന്ന് പോകുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ നെൽകൃഷി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃഷിയെ പൊതുവായും പ്രത്യേകിച്ച് നെൽകൃഷിയെയും വീണ്ടെടുക്കണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്.